നമസ്കാരം. വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു. ഈ വരുന്ന ജനുവരി മാസം 17-ാം തീയതിയാണ് അദ്ദേഹം വീണ്ടും തൃശ്ശൂരിലെത്തുക. തൃശ്ശൂരിൽ ഗുരുവായൂരിലായിരിക്കും അദ്ദേഹം എത്തിച്ചേരുക. കാരണം സിനിമാ നടനും രാഷ്ട്രീയ പ്രവർത്തകനും തൃശ്ശൂരിലെ ചിലപ്പോൾ സ്ഥാനാർത്ഥിയുമൊക്കെ ആയേക്കാവുന്ന നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ് ജനുവരി മാസം 17-ാം തീയതി. അന്ന് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഗുരുവായൂരിലേക്ക് എത്തപ്പെടുന്നുണ്ട്. കൂടാതെ അമിത്ഷായും അദ്ദേഹത്തോടൊപ്പം എത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പുതിയൊരു വഴിത്തിരിവാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒരു നടൻ, ഒരു സിനിമാ നടൻ മാത്രമല്ല, ഒരു രാഷ്ട്രീയക്കാരൻ, ഒപ്പം തൃശ്ശൂർ എന്ന് പറയപ്പെടുന്ന മണ്ണിലേക്ക് പിഴുതു നടാൻ പറ്റിയ ഒരു വ്യക്തിത്വം. ഇതാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിന് ആവശ്യമാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന് അവിടെ വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ഏറ്റവും വലിയ ശക്തമായ ഒരു ആവശ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ഒരാളുടെ വിവാഹത്തിലേക്ക് പങ്കെടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിലേക്ക് പങ്കെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നടക്കുന്ന ഒരു പ്രക്രിയ കൂടിയല്ല. എന്നാൽ കൂടിയും നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം ഇതാ തൃശ്ശൂരിലേക്ക്, ഗുരുവായൂരിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ശക്തമായിട്ടുള്ള സുരക്ഷയായിരിക്കും അവിടെ ഒരുക്കുക. ഒപ്പം തന്നെ ആ നടക്കുന്ന വിവാഹത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സുരേഷ് ഗോപി അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും നടത്തുന്നു. കോർപ്പറേഷനുമായി ബന്ധപ്പെടുന്നു, കേരള സർക്കാരുമായി ബന്ധപ്പെടുന്നു, അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വരവ് എന്ന് പറയപ്പെടുന്നത് സുരക്ഷയെ ബാധിക്കും. ചിലപ്പോൾ അന്ന് ഈ ഗുരുവായൂർ പോലുള്ള സ്ഥലത്ത് വളരെ വലിയ തിരക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം പ്രധാനമന്ത്രി അടക്കം വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പക്ഷെ അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് താൻ എന്നൊരു പ്രതീതി പ്രധാനമന്ത്രിക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അത്തരത്തിലൊരു ഇമേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നൊരു പ്രത്യേകത കൂടി ഈ വരവിനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്നത് രണ്ടാമത്തെ തവണയാണ് ഒരു മാസത്തിൽ എത്തപ്പെടുന്നത്. അങ്ങനെ എത്തപ്പെടുമ്പോൾ അത് കേരളത്തിൽ മുഴുവൻ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് വീണ്ടും നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തിച്ചേരുന്ന ഒരു പരിപാടിയായിരിക്കും ജനുവരി മാസം 17-ാം തീയതി നടക്കാൻ പോകുന്നത്. അതിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എത്തുമ്പോൾ അത് കേരളത്തിലെ BJPക്ക് മാത്രമല്ല, സാമാന്യ ജനങ്ങൾക്ക് അതൊരു ആവേശമുളവാക്കുന്ന കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.